ഇപ്പോൾ നമ്മൾ ഇതിൽ നല്ലപോലെ എയർ കളഞ്ഞിട്ടുണ്ട്. ഹലോ നമസ്കാരം, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എന്നത്തെ പോലെ ഇന്ന് നമ്മളൊരു ചെറിയ പ്രോഡക്റ്റ് ആയിട്ടാണ് വന്നിട്ടുള്ളത്. നമ്മുടെ വീടുകളിലൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ഉപകാരപ്പെടുന്ന ഒരു പ്രോഡക്റ്റ് ആണിത്. വാഹനം ഉപയോഗിക്കുന്ന എല്ലാവർക്കും ആവശ്യം വരുന്ന ഒരു പ്രോഡക്റ്റ് ആണ്. ഞാനൊക്കെ പലവട്ടം യാത്ര പോകുമ്പോഴെല്ലാം എനിക്ക് ഏറ്റവും കൂടുതൽ സംശയമുള്ള ഒരു കാര്യമാണ് നമ്മുടെ വീലിൽ എത്രത്തോളം കാറ്റുണ്ട്, അതിൽ പ്രഷർ ഉണ്ടോ എന്നൊക്കെ ഒരു സംശയം എപ്പോഴും തോന്നുന്ന ഒരു കാര്യമാണ്. പലപ്പോഴും ഞാൻ ഇറങ്ങി നോക്കുകയും ചെയ്തിട്ടുണ്ട്. ഇതേപോലെ അനുഭവം നിങ്ങൾക്കും ഉണ്ടായിട്ടുണ്ടാവും. നിങ്ങളുടെ വാഹനങ്ങളിലൊക്കെ കറക്റ്റ് ആയിട്ട് എയർ പ്രഷർ ഉണ്ടോ എന്ന് കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടിയിട്ട് ചിലപ്പോൾ ബുദ്ധിമുട്ടാകും. നമുക്ക് നോക്കിയാലൊന്നും തിരിയില്ല. പ്രഷർ ഗേജ് വെച്ച് നോക്കിയാൽ മാത്രമേ നമുക്ക് അറിയുള്ളൂ. പ്രീമിയം കാറിലും അതേപോലത്തെ വാഹനങ്ങളിലും മറ്റും മോണിറ്ററിംഗിനായിട്ടുള്ള ഒരു ഡിവൈസ് തന്നെ അതിൽ ഓൾറെഡി ഇൻബിൽഡ് ആയിട്ട് വരുന്നുണ്ട്. അല്ലെങ്കിൽ നമുക്ക് ഇത് സെപ്പറേറ്റ് ആയിട്ട് വാങ്ങാനും കിട്ടും. വാങ്ങാൻ കിട്ടുന്ന പ്രോഡക്റ്റ് നമ്മുടെ വീലിന്റെ പ്രഷർ ഒക്കെ അറിയുന്ന ആ പ്രോഡക്റ്റിന് ഏകദേശം 10,000 രൂപ ആ ഒരു ലെവലില് അതിലെക്കാട്ടിലും കൂടുതലാണ് അതിന്റെ വില. അതൊന്നും ഇല്ലാതെ ചെറിയൊരു വിലയ്ക്ക്, അതായത് നമുക്കിപ്പോ ചെറിയ വിലയ്ക്ക് ഞാൻ മാർക്കറ്റിൽ നോക്കിയപ്പോൾ ഇതേപോലെ ഒരു ഡിവൈസ് കിട്ടാനില്ല. ചെറിയ വില എന്ന് പറഞ്ഞാൽ തീരെ തുച്ഛമായ വിലയുള്ളൂ. നിങ്ങൾ അത്ഭുതപ്പെട്ടു പോകുന്ന ഒരു വിലയാണ്. ഈ വിലയ്ക്ക് നമുക്ക് ഈ സാധനം നമ്മുടെ വീലിലും മറ്റും വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ജസ്റ്റ് നോക്കിയാൽ തന്നെ മനസ്സിലാവും ഇനിയിപ്പോ പ്രഷർ നല്ല രീതിയിൽ പ്രഷറിലാണോ നിൽക്കുന്നത്, അതല്ലെങ്കിൽ പ്രഷർ കുറഞ്ഞിട്ടാണോ നിൽക്കുന്നത്, അതല്ലെങ്കിൽ ഡേഞ്ചർ സിറ്റുവേഷനിലാണോ എന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു ചെറിയ ഡിവൈസ് ആണ്. കൂടുതലൊന്നും പറഞ്ഞ് ലാഗ് അടിപ്പിക്കുന്നില്ല. നമുക്ക് നേരെ ഇത് അൺബോക്സ് ചെയ്ത് ഇതൊന്ന് പരിചയപ്പെടാം. തീരെ ചെറിയ വീഡിയോ ആണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഷുവർ ആയിട്ട് ഉപകാരപ്പെടും. അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണുക. അപ്പോൾ ലൈക്ക് ചെയ്യുക, ഹൈപ്പ് ചെയ്യുക, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്ത ഒരു വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഇപ്പൊ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് വെക്കുക. അതുപോലെ നമ്മുടെ ഷോപ്പിംഗ് ഗ്രൂപ്പിൽ നിങ്ങൾക്ക് ചേരാൻ ആഗ്രഹമുണ്ടെങ്കിൽ അതിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലും കമന്റിലും ഞാൻ കൊടുത്തേക്കാം. നിങ്ങൾക്ക് പോയി ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ നമ്മൾ ഷെയർ ചെയ്യുന്നതും അതുപോലെ ഓഫറിൽ വരുന്ന പ്രൊഡക്റ്റുകളുടെ ലിങ്ക് ഞാൻ അതിൽ കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് അതിൽ ചേർന്ന് കഴിഞ്ഞാൽ ഓഫറിൽ പ്രൊഡക്റ്റുകൾ വാങ്ങുവാൻ സാധിക്കുന്നതാണ്. അപ്പോൾ നമ്മൾ അധികമൊന്നും പറഞ്ഞ് ലാഗടിപ്പിക്കുന്നില്ല, നേരെ വീഡിയോയിലേക്ക് കടക്കാം. ഞാൻ പറഞ്ഞ പോലെ തന്നെ ചെറിയൊരു പാഴ്സലാണ്, ചെറിയ ഡിവൈസാണ്. നമുക്ക് പെട്ടെന്ന് ഇതൊന്ന് പരിചയപ്പെടാം. അത് കഴിഞ്ഞിട്ട് നമുക്കൊന്ന് വണ്ടിയിൽ ഫിറ്റ് ചെയ്ത് നോക്കാം. നമുക്കിത് പൊട്ടിക്കാം. ഞാനിപ്പോൾ തന്നെയാണ് ഇത് തുറന്നു നോക്കുന്നത്. ഇത്രയേ ഉള്ളൂ സംഭവം. എയർ അലേർട്ട് എയർ വാൽവ് ക്യാപ്പ് എന്നാണ് ഇതിന്റെ പേര് കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ളത്. ഇതിൽ പറഞ്ഞ പോലെ ഈ 799 രൂപ വിലയൊന്നും ഇല്ല. നമുക്കിപ്പോ ഇത് വളരെ ഓഫറിൽ കിട്ടും. ഇതിൽ പ്രിന്റഡ് കൊടുത്തേക്കുന്നത് 799 രൂപയാണ്. ഇത്രയൊന്നും വിലയില്ല. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് വളരെ സിമ്പിൾ ആണ്. ഇത് നമ്മുടെ ടയറിന്റെ ക്യാപ്പാണ്. അതായത് നമുക്ക് ബ്ലാക്ക് ക്യാപ്പുകൾ ഇടുമല്ലോ ടയറിൽ എയർ ഒന്നും പോകാണ്ടിരിക്കാൻ. ക്യാപ്പിന് പകരമായിട്ട് ഇത് ഇൻസ്റ്റാൾ ചെയ്യാവുന്നതാണ്. ഇതിൽ 4 എണ്ണം ഉണ്ട്. നമുക്ക് കാറിനൊക്കെ ആണെങ്കിൽ 4 വീലിൽ ഇത് കൊടുക്കാം. അതേപോലെ ബൈക്കിലോ സൈക്കിളിലോ ഏതിൽ വേണമെങ്കിൽ നമുക്കിത് സിമ്പിൾ ആയിട്ട് ഇൻസ്റ്റാൾ ചെയ്യാം. ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ ഇതിൽ 3 തരത്തിലുള്ള ഇൻഡിക്കേഷൻ ആണ് ഉണ്ടാവുക. നോർമൽ ആണ്, അതായത് 32 PSI, അതായത് നമ്മുടെ നോർമൽ പ്രഷർ വണ്ടിയിലുണ്ടെങ്കിൽ ഇത് ഗ്രീനിൽ ആയിരിക്കും ഇതിന്റെ ഇൻഡിക്കേഷൻ കാണിക്കുക. അതേപോലെ യെല്ലോയും ഗ്രീനും ആയിട്ട് ഇങ്ങനെ കത്തി വെക്കുകയാണെങ്കിൽ 10% ടയറിലെ എയർ കുറഞ്ഞു എന്നാണ് അതിന്റെ അർത്ഥം. ഇനി റെഡും ഗ്രീനും ആയിട്ടാണ് നമുക്ക് ഇൻഡിക്കേഷൻ ഇതുപോലെ കാണിക്കുന്നതെങ്കിൽ അത് ഡേഞ്ചർ ആണ്. 25%-ലേറെ എയർ അതിന്ന് ഒഴിവായിരിക്കുകയാണെന്നാണ് അതിന്റെ അർത്ഥം. അപ്പൊ നമുക്ക് ഇങ്ങനെ കണ്ടു കഴിഞ്ഞാൽ തന്നെ പെട്ടെന്ന് അതിന്റെ എയറിന്റെ സ്ഥിതി എങ്ങനെയാ ടയറിലുള്ളതെന്നൊക്കെ പെട്ടെന്ന് തന്നെ മനസ്സിലാക്കാൻ സാധിക്കും. നമുക്കിനി ഇങ്ങനെ കണ്ടുകൊണ്ടായില്ല. നമുക്ക് നേരെ ഇത് നമ്മുടെ വണ്ടിയിൽ ഒന്ന് ഇൻസ്റ്റാൾ ചെയ്തിട്ട് ഇതെങ്ങനെ പ്രവർത്തിക്കുന്നുണ്ടോ കാര്യങ്ങളൊക്കെ നോക്കാം. അപ്പോൾ നമുക്ക് നമ്മുടെ വാഹനത്തിൽ ഈ ഡിവൈസ് ഒന്ന് ഫിറ്റ് ചെയ്ത് നോക്കാം. അതിനെ നമുക്ക് പൊട്ടിച്ചില്ലായിരുന്നല്ലോ, നമുക്കൊന്ന് പൊട്ടിക്കാതെ. ശരിക്കും ഇതൊരു 1/2 ഇഞ്ച് 1 ഇഞ്ചിന്റെ അടുത്താണ്. 1 ഇഞ്ച് തന്നെ ഇല്ല, ഒരു 3/4 ഇഞ്ചോളം വലിപ്പമുള്ളൂ. ഇവിടെ ഒരു മെറ്റൽ പീസാ വന്നിട്ടുള്ള. ഇവിടെ ഒരു ട്രാൻസ്പെറന്റ് ആയ ഗ്ലാസിന്റെ അകത്താണ് ഇതിന്റെ ഇൻഡിക്കേഷൻ കിടക്കുന്നത്. ഇത് നമുക്ക് നേരെ വേറെ ഒന്നും ചെയ്യാനില്ല. ഇത് വളരെ എളുപ്പമാണ്. നേരെ നമ്മൾ അതിലുള്ള ക്യാപ്പ് നേരെ അഴിച്ചെടുക്കുക. അഴിച്ചെടുത്തതിന് ശേഷം ഇത് അതിലേക്ക് ടൈറ്റ് ചെയ്യുക. ഇത് ടൈറ്റ് ചെയ്യുന്ന ആ ടൈമിൽ ഒന്ന് എയർ ഇങ്ങനെ ലീക്ക് ആകുന്നതായിട്ട് തോന്നും. ഇതിലേക്ക് എയർ വന്ന് നിറയുന്നതാണത്. അപ്പൊ നമുക്ക് ഇത് ഗ്രീനാണ് ഇൻഡിക്കേഷൻ കിട്ടുന്നത്. അപ്പോൾ ഗ്രീൻ വന്നു കഴിഞ്ഞാൽ ശരിക്കും 32 PSI മേലെയുണ്ട് സേഫ്റ്റി എന്നുള്ള ഒരു ഇൻഡിക്കേഷൻ ആണ്. ഇത്രയേ ഉള്ളൂ ഫിറ്റിംഗ്. ഈ ത്രെഡ് വരുന്ന എല്ലാ വാഹനങ്ങളിലും ഇത് ഫിറ്റ് ചെയ്യാൻ സാധിക്കും. മാത്രമല്ല കാറിലും ഓട്ടോയിലും സൈക്കിളിലും എല്ലാം ഇതുപോലെ ത്രെഡ് ആണ് വരുന്നത്. അപ്പോൾ അത് നമുക്ക് അതിലെല്ലാം ഫിറ്റ് ചെയ്യാൻ കഴിയും. ഇതിനെക്കാട്ടിലും ഒരു 2500 രൂപയോളം കൊടുക്കുകയാണെങ്കിൽ ഇതിന്റെ ക്യാപ്പ് വരുന്ന ടൈപ്പ് തന്നെയുണ്ട്. നമ്മുടെ മൊബൈലിൽ മോണിറ്റർ ചെയ്യാം, സ്ക്രീനും ഉള്ളിൽ വെക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഡിവൈസും ഉണ്ട്. അതിന്റെ ലിങ്ക് ഞാൻ കൊടുത്തേക്കാം. അതല്ലാതെ കുറച്ചും കൂടെ ഫീച്ചറുള്ള ഉപകരണം വേണമെങ്കിൽ നമുക്ക് ഇതിന്റെ ഉള്ളിൽ ഡ്രമ്മിന്റെ ഉള്ളിൽ ഈ ഒരു നെക്ക് ഒഴിവാക്കിയിട്ട് അതിന്റെ പകരം നെക്ക് വെച്ചിട്ട് ഫിറ്റ് ചെയ്യുന്ന സംവിധാനങ്ങളും ഉണ്ട്. പിന്നെ ഞാൻ ഇതിൽ ഒരു പോരായ്മ കാണുന്നതെന്ന് പറഞ്ഞാൽ ഈ സാധനമൊക്കെ നമ്മൾ വണ്ടിക്ക് എവിടെയെങ്കിലും പാർക്ക് ചെയ്ത് വെച്ച് പോകുമ്പോൾ ഇത് ഊരിപ്പോകുമോ എന്നുള്ള ഒരു സംശയം മാത്രമേ ഉള്ളൂ. പിന്നെ കുറച്ചും കൂടെ പുറത്തേക്ക് നീണ്ടു നിൽക്കുന്നുണ്ട്. ഈ ഓഫ് റോഡ് അല്ലെങ്കിൽ കുറച്ച് മോശം റോട്ടിൽ കൂടെ ഒക്കെ പോകുമ്പോൾ ഇത് തട്ടി പൊട്ടാനൊക്കെയുള്ള ഒരു സാധ്യത ഞാൻ കാണുന്നുണ്ട്. ഇതിന് വേറെ ഒന്നും നെഗറ്റീവ് വശങ്ങളൊന്നുമില്ല. ഇതിപ്പോ ഗ്രീനിഷ് ആയിട്ടാണ് കാണുന്നത്.
നമുക്ക് അടുത്ത ഒന്നും കൂടെ ഫിറ്റ് ചെയ്തിട്ട് നമുക്ക് ഓട്ടോറിക്ഷയിൽ നോക്കാം. അതിന് ശേഷം നമ്മുടെ സ്റ്റെപ്പിനിയിൽ ഒന്ന് എയർ കുറച്ചിട്ട് ഇത് കറക്റ്റായിട്ട് ഇൻഡിക്കേറ്റ് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കാം. നമ്മുടെ കാറിന്റെ തന്നെ അടുത്ത വീലിലും കൂടെ നമ്മൾ സെറ്റ് ചെയ്ത് നോക്കുകയാണ്. അതുപോലെ ഇത് നമ്മൾ ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ എന്തെങ്കിലും സോപ്പ് എന്തെങ്കിലും നമ്മൾ പതപ്പിച്ച് വെച്ചിട്ട് ജസ്റ്റ് ലീക്ക് ഉണ്ടോ കാര്യങ്ങളൊക്കെ ഒന്ന് ജസ്റ്റ് നോക്കിയാൽ നന്നാവും. ലീക്ക് ആകാൻ സാധ്യത കുറവാണ്, എങ്കിലും ഒന്ന് ചെക്ക് ചെയ്യുന്നത് നല്ലതായിരിക്കും. എല്ലാ വീലിലും ലീക്ക് ഉണ്ടോ എന്നുള്ളതൊന്ന് ജസ്റ്റ് ചെക്ക് ചെയ്യണം. അതേപോലെ നമുക്ക് നിങ്ങൾക്ക് കാണാം ഇത് ഓട്ടോറിക്ഷയിലേക്ക് സ്യൂട്ട് ആകുമെന്ന് നമുക്ക് ജസ്റ്റ് നോക്കാം. ഓട്ടോറിക്ഷയിലേക്ക് ഉപകാരപ്പെടുമെന്നുള്ളത് നമുക്ക് നേരെ ഇങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യേണ്ട കാര്യം മാത്രമേ ഉള്ളൂ. ഓക്കെ, അതുപോലെ ഇത് നമ്മുടെ സ്റ്റെപ്പിനെയാണ്. പിന്നീട് നമുക്ക് ജസ്റ്റ് ഒന്ന് എയർ കുറച്ചിട്ട് ഇതിന് കറക്റ്റായിട്ടുള്ള ഇൻഡിക്കേഷൻ കാണിക്കുന്നുണ്ടോ എന്നൊന്ന് ജസ്റ്റ് ചെക്ക് ചെയ്യാം. അപ്പോൾ ആദ്യം നമുക്ക് ജസ്റ്റ് ഒന്ന് കൊടുത്തു നോക്കാം. ഇപ്പോൾ ഇതിൽ ഇൻഡിക്കേഷൻ അനുസരിച്ച് ഇതിൽ റെഡ് ആണ് ഇൻഡിക്കേറ്റ് ചെയ്തേക്കുന്നത്. റെഡ് ഇൻഡിക്കേറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ശരിക്കും ഇതിൽ പ്രഷർ ലോ ആണെന്നാണ്. കറക്റ്റായിട്ട് ഇത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നുണ്ട്. ശരിക്കും സ്റ്റെപ്പിനി ആയതുകൊണ്ട് ഞാൻ കുറേ നാൾ ഇതിൽ എയർ ചെക്ക് ചെയ്തിട്ടില്ലായിരുന്നു. അതുകൊണ്ട് എയർ നല്ല കുറഞ്ഞിട്ടായിരുന്നു ഇരുന്നത്. എനിക്ക് ശ്രദ്ധിക്കാൻ കഴിഞ്ഞിട്ടില്ലായിരുന്നു. ഇതിൽ എയർ കുറവാണ്. നമുക്ക് കുറച്ചും കൂടെ അതിൽ നിന്ന് എയർ ഒന്ന് ഒഴിവാക്കി നോക്കാം. ഇപ്പോൾ നമ്മൾ ഇതിൽ നല്ലപോലെ എയർ കളഞ്ഞിട്ടുണ്ട്. നമുക്കിത് ഒന്ന് ജസ്റ്റ് ഇട്ട് നോക്കാം. നിങ്ങൾക്ക് കാണാം ഇത് പഴയ രീതിയിൽ തന്നെ യെല്ലോയും റെഡും ഗ്രീനും ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. ഈ ഇൻഡിക്കേഷൻ ശരിക്കും എയർ പക്ക കുറവാന്നുള്ളതാണ്. അപ്പോൾ എങ്ങനെയുണ്ട് നമ്മുടെ ഈ കുഞ്ഞൻ ഡിവൈസ്? നിങ്ങൾക്ക് എല്ലാം യൂസ്ഫുൾ ആവുന്ന ഒരു സാധനമാണ്. നിങ്ങൾക്ക് വളരെ ഉപകാരപ്പെടുന്നതാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ എന്ത് അഭിപ്രായമാണെങ്കിലും അത് കമന്റ് ആയിട്ട് എഴുതാൻ മറക്കരുത്. ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും വീഡിയോ ഒന്ന് ഷെയർ ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇത്ര നേരം വീഡിയോ കാണുന്നുണ്ട് ഇപ്പൊ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാണ്ട് ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാനും കൂടി മറക്കരുത്. അതുപോലെ നമ്മുടെ ഷോപ്പിംഗ് ഗ്രൂപ്പുകളിൽ ചേരാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഷോപ്പിംഗ് ഗ്രൂപ്പിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലും കമന്റിലും കൊടുക്കുന്നുണ്ട്. പോയി ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓഫറിൽ അതിൽ നിന്ന് പ്രോഡക്റ്റുകൾ വാങ്ങുവാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഇത്ര നേരം ഈ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദിയുണ്ട്. ഇതുപോലെ അടിപൊളി വിഷയങ്ങളുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിലൂടെ കാണാം. അടുത്ത വീഡിയോയിലൂടെ കാണുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം, ടാറ്റാ.